പാലക്കാട്ടെ അപകടത്തെ തുടർന്ന് റോഡിലെ പ്രശ്നപരിഹാരത്തിന് നാളെ കളക്ടറുടെ അധ്യക്ഷതയിൽ ചർച്ച. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. വിഷയത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. അതേസമയം ലോറി ഇടിച്ചു കയറി മരിച്ച 4 വിദ്യാർത്ഥിനികളുടെയും പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. സംഭവത്തിൽ ഡ്രൈവറുടെയും ക്ലീനറുടെയും മൊഴിയെടുത്തു. നിലവിൽ ഇരുവരും ചികിത്സയിലാണ്. കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന, ആയിഷ, മിത, റിത എന്നിവരാണ് മരിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന പനയമ്പാടം എന്ന സ്ഥലത്താണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വാഹനമാണ്, ഈ ലോറിയാണ് അപകടത്തിന് ഇടയാക്കിയത്. ഈ അപകടത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിയോടെ നടന്ന ഈ അപകടത്തിൽ 4 വിദ്യാർത്ഥിനികളാണ് മരിച്ചത്. 4 വിദ്യാർത്ഥിനികളുടെ ചെറുപ്രായത്തിൽ തന്നെ 4 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഓരോ വീടുകളുടെയും അത്താണിയും പ്രതീക്ഷയും എല്ലാം തന്നെ ഇല്ലാതായി. ഇത്തരത്തിൽ നിരവധി പ്രാവശ്യം ഇവിടെ ഈ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നാട്ടുകാർ തന്നെ പരാതിപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. പല തവണ ഇതുമായി ബന്ധപ്പെട്ട പരാതികളെല്ലാം തന്നെ നൽകിയിരുന്നു. ഇവിടെ ഇങ്ങനെ തുടർച്ചയായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. സ്ഥിര അപകട മേഖലയാണ് ഇവിടെ. ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് വലിയൊരു പ്രതിഷേധം ഉണ്ടായിട്ട് ഈ ഇവിടെയുള്ള നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് ഷമീർ എന്ന് പറഞ്ഞ ആള്. ആ ഷമീറിന്റെ ഏത് സമയത്തും ഇതിനു മുമ്പുള്ള അപകട സമയങ്ങളിൽ ഏത് സമയത്തും ഷമീറിന്റെ ഇവിടെ തന്നെ ഇടപെടുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ സമയത്ത് അപകടങ്ങൾ ഉണ്ടായിട്ട് ജനങ്ങളെല്ലാവരും പാടെ ഒരുപാട് പ്രതിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിനെ വരയിട്ടിട്ട് ഗ്രിപ്പാക്കുക ചെയ്ത്. ഇത് ഓൾറെഡി ഇതിപ്പോ ഒരു ബലൂണിന്റെ മേലെ വെള്ളം നിറച്ച പോലെയുള്ള ബലൂണിൽ വെള്ളം നിൽക്കുന്ന പോലെയാണ് ഇവിടെ പോകുന്നത്. ഇവിടെ ബ്രേക്ക് കിട്ടൂല. വണ്ടി എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് വളവാണ്, അപകടാവസ്ഥയുള്ള ഒരു സ്ഥലമാണ്. ഇത് തീരെ പ്ലാനിങ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു റോഡ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് സ്കിഡാണ്. ഇത് താളിന്റെ വെള്ളം ഒലിച്ച പോലെ വണ്ടി ഒലിച്ചു പോകും. മുൻപ് പ്രതിഷേധമൊക്കെ ഉണ്ടായ സമയത്ത് എന്തായിരുന്നു? ഒരുപാട് ഇവിടുത്തെ ജനങ്ങളും രാഷ്ട്രീയപരമായിട്ടും പിന്നെ അതുപോലെ രാഷ്ട്രീയം ഇല്ലാത്ത എല്ലാ പൊതുജനങ്ങൾ എല്ലാവരും ചേർന്നിട്ടും ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നതാണ്. അതിന്റെ നടപടി എന്നോണമാണ് ഈ റോഡിന്റെ 2 സൈഡും ഗ്രിപ്പ് ഇട്ടിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരുപാട് അപകടങ്ങൾ കമ്മിയായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുന്ന സമയത്ത് ആ ഗ്രിപ്പ് ഇട്ടത് മുഴുവൻ ഇപ്പൊ മിനുസമായി. പഴയ രീതിയിൽ തന്നെ ഇപ്പോഴത്തെ റോഡ് മാറ്റം വരുത്തണം എന്നാണ് ആവശ്യം. ഇതിന്റെ റോഡിന്റെ അലൈൻമെന്റ് ഒരു ബുദ്ധിയുള്ള ഒരു എഞ്ചിനീയറിനെ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് ഈ റോഡിന്റെ അലൈൻമെന്റ് ചെയ്തിട്ട് അതെന്താണോ അവർ പറയുന്നത് അതിനനുസരിച്ചുള്ള നല്ലൊരു രീതിയിൽ ഒരു വൺ വേ ആയിട്ടോ ഏതെങ്കിലും രീതിയിലുള്ള നല്ലൊരു സംവിധാനം ചെയ്തിട്ട് ഇവിടെ സ്കൂൾ കുട്ടികൾ ഈ 2 ഭാഗങ്ങളിൽ ഏത് സമയത്ത് സ്കൂൾ കുട്ടികൾ ബസ് കാത്ത് നിൽക്കുന്ന സമയമാണ്. ഹൈസ്കൂളും കാര്യങ്ങളുള്ളതാണ്. ഇതിന്റെ യാതൊരുവിധ നടപടികളും ഈ ഒരു റോഡിന്റെ അപകടവുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മനുഷ്യന്മാരുടെ അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴും അവര് ഒരു അപകടാവസ്ഥയിൽ ഇരിക്കുക തന്നെയാണ്. കൃത്യമായ മറുപടി ഒന്നും പറയുന്നില്ല. മറുപടി പറയാന്ന് പറഞ്ഞാൽ അന്ന് ആ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഉണ്ടായ സമയത്ത് വന്നു, ജസ്റ്റ് വെറുതെ വരയിട്ടിട്ട് പോയി. പിന്നെ ഒരിക്കൽ അതിനുശേഷം ഇവർ പ്രതിനിധിയുള്ള നിലയ്ക്ക് റോഡിൽ ഫുള്ളായിട്ട് ഒരു അമ്പിട്ടു. ഈ അമ്പിട്ടതിന് ശേഷം ഈ അമ്പിൽ വന്നിട്ട് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഔട്ടുന്ന സമയത്ത് അപകടങ്ങൾ ബാക്കിൽ വരുന്ന വണ്ടി ഇടിച്ചിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി. തീർച്ചയായിട്ടും അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണെന്നുള്ളത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാം. അതിപ്പോൾ നമ്മൾ പരിസരത്തുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഈ എവിടെ ഏത് സമയത്ത് അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓടിപ്പഞ്ഞെത്തുന്ന ആളുകളാണ്. ഈ പരിസരത്തുള്ള ആളുകൾക്ക് എപ്പോൾ നോക്കിയാലും ഇത് ഒരു തീരാ നോവായി മാറിയിരിക്കുകയാണ് ഈ അവസ്ഥ. അപ്പോൾ ഇതിന് തക്കതായ നടപടി ഇതിന്റെ അധികാരികൾ ചെയ്യുക തന്നെ വേണം. ഇതുതന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മിച്ചത് കൊണ്ട് തന്നെ ഇവിടെ തുടർച്ചയായി പതിവായി തന്നെ ഈ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. പല അപകടങ്ങൾ മുൻപും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ട് പോലും കൃത്യമായൊരു ഇടപെടലോ ഒരു നടപടിയോ ഒന്നും തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നുമില്ല. അതുതന്നെയാണ് നാട്ടുകാർ പറയുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ നാട്ടുകാർ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. ഈ റോഡ് നിർമ്മാണം കൃത്യമായി ശാസ്ത്രീയമായി ചെയ്യണം എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. നല്ല ഒരു എഞ്ചിനീയറെ വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അപകടങ്ങൾ ഇല്ലാത്ത രീതിയിലുള്ള ഒരു അലൈൻമെന്റ് തയ്യാറാക്കി ഇവിടെ ഇതിനുള്ള ശാശ്വതമായൊരു പരിഹാരം വേണം എന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുതന്നെയാണ് അവർ കാലങ്ങളായി പറയുന്നതും. ഇനിയെങ്കിലും അത്തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാർ ഉള്ളത്. എന്തായാലും ഇന്ന് വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഈ ഒരു പനയമ്പാടം എന്ന പ്രദേശത്ത് സംഭവിച്ചത്. 4 വിദ്യാർത്ഥിനികളുടെ ജീവനാണ് ഈ അപകടത്തിൽ
നഷ്ടമായിരിക്കുന്നത് ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷ കൂടിയായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം തന്നെ ഈ വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ഇവിടെ ഖബറടക്കം നടക്കും. ഈ നാട്ടുകാരുടെ പ്രതിഷേധം തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ റോഡിന്റെ നിർമ്മാണത്തിലെ അപാകത അത് പരിഹരിക്കണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടുകാരുടെ ഒരു ആവശ്യം കൂടി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് അരുൺ ആലത്തൂർ കൂടി ചേർന്നുകൊണ്ട് അരുൺ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? യെസ്, അരുണിലേക്ക് വരാം. പാലക്കാട് പനയമ്പാടത്ത് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. അരുൺ ആലത്തൂർ ചേർന്നുണ്ട്. അരുൺ, പോസ്റ്റ്മോർട്ടം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? എന്താണ് മറ്റു വിവരങ്ങൾ? പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി പുലർച്ചെ ഒരു 5 മണിക്കാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ട് നൽകുക. അതിനുശേഷം ഈ മൃതദേഹം പൊതുദർശനത്തിന് ആദ്യം വീടുകളിലാണ് വയ്ക്കുക എന്നുള്ളതാണ് ബന്ധുക്കളും മറ്റും അറിയിച്ചിട്ടുള്ളത്. പുലർച്ചെ 5 മണി മുതൽ തന്നെ ഈ വീടുകളിൽ പൊതുദർശനം ഉണ്ടാവും. അതിനുശേഷം ഈ വീടുകളിലെ പൊതുദർശനത്തിന് ശേഷം പ്രദേശത്തെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെയാണ് പിന്നീട് പൊതുദർശനം നടക്കുക. ഒരു രാവിലെ 8:30 ആയിരിക്കും അവിടേക്ക് പൊതുദർശനത്തിന് ഈ ഓരോ മൃതദേഹങ്ങളും കൊണ്ടു ചെല്ലുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം തുപ്പനാടുള്ള ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടക്കുക. ഏതായാലും നാടിനെ ആകെ നടുക്കിയ ഈ ഒരു അപകടത്തിൽ വലിയ ഒരു ഞെട്ടൽ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. നാട്ടിലെ ഓരോ ആളുകൾക്കും ഇത് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ, നാട്ടിൽ അവർ ഒരുമിച്ച് കളിച്ച് വളർന്ന കുട്ടികൾ, ആ കുട്ടികളാണ് ഇത്തരത്തിൽ സ്കൂൾ കഴിഞ്ഞ് ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഇത്തരം ഒരു ദാരുണ അപകടത്തിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. സ്കൂളിൽ പൊതുദർശനത്തിന് ഈ കുട്ടികളുടെ ഭൗതിക ശരീരം വെക്കുമെന്നുള്ളത് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജുമാ നമസ്കാരത്തിന് മുൻപായിട്ട് ഈ ഭൗതിക ശരീരങ്ങൾ മറവ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഖബറടക്കം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കുകയാണെങ്കിൽ സമയം അതിന് പര്യാപ്തമാവില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് സ്കൂളിലെ പൊതുദർശനം ഒഴിവാക്കിക്കൊണ്ട് വീടുകളിലും പിന്നീട് ഈ ഓഡിറ്റോറിയത്തിലും അതിനുശേഷം ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തുന്ന തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും പുലർച്ചെ 5 മണിക്കായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.